എന്റെ പ്രിയമുള്ളവരെ, ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നതാരാ? അല്ലാഹുവേ, ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നതാരെന്നറിയുവോ? അത് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നല്ലോ. അല്ലാഹുവേ, ശൈബ് അബീ താലിബ് അല്ലാഹുവിന്റെ റസൂലും തന്റെ കുടുംബക്കാര് തന്റെ സ്വഹാബത്തും അല്ലാഹുവേ രണ്ട് മലഞ്ചരിവിനിടയിൽ കിടന്നത് 1 കൊല്ലമല്ല 2 കൊല്ലമല്ല 3 വർഷമാണ്. 3 വർഷക്കാലമല്ലേ പട്ടിണി കിടന്നത്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ പച്ചിലർ പറിച്ചു തിന്നുകയാണ്. വൃക്ഷത്തിന്റെ ഇലകൾ പറിച്ചു തിന്നിട്ട് ആട് കാശിക്കുന്നത് പോലെ കാശിക്കുകയാ. എന്റെ പ്രിയമുള്ളവര്, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ആടുണ്ടല്ലോ, ആ ആട് കാശിക്കുന്നത് പോലെ റസൂലുള്ളാഹിയും തന്റെ സ്വഹാബത്തും ഇല പറിച്ചു തിന്നിട്ട് വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇല പറിച്ചു തിന്നിട്ട് അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും ആട് കാശിക്കുന്നത് പോലെ കാശിക്കുകയാ. സഹാബത്ത് പറയുന്നുണ്ട്, വിശപ്പ് സഹിക്കാൻ കഴിയാതെ റബ്ബേ, ഇലയുടെ മുകളിലൂടെ നടന്നു പോകുന്ന പുഴുക്കളെ പോലും ഞങ്ങൾ കണ്ണടച്ചിട്ട് പിടിച്ച് തിന്നിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, വല്ലാത്ത പട്ടിണിയായിരുന്നല്ലോ. മഹാനായ റസൂലുള്ളാഹി തങ്ങളുണ്ടല്ലോ, തന്റെ അനുചരന്മാര് മുഴുവനും വയറ്റത്ത് 1 കല്ല് വെച്ച് കെട്ടിക്കെട്ട് നടക്കുമ്പോ റസൂലുള്ളാഹി 2 കല്ലല്ലേ കെട്ടിവെച്ചിട്ട് നടന്നത്. ഇതൊക്കെ വളർന്നു വരുന്ന യുവതലമുറയോട് പറഞ്ഞു കൊടുത്താ നമ്മുടെ മക്കള് ചോദിക്കും, ഉസ്താദേ, വിശപ്പ് മാറാൻ കല്ല് കെട്ടിയാ മതിയോ? വയറ്റത്ത് കല്ല് കെട്ടിക്കെട്ട് നടന്ന വിശപ്പ് മാറുവോ? നമ്മുടെ മക്കൾ ഇങ്ങനെ ചോദിക്കുന്നവരോ. ഇതൊക്കെ വിശ്വസിക്കാൻ മടിയാ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂല് വിശന്ന് വലഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറി വരികയാണ്. ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ആയിഷ, വിശക്കുന്നു ആയിഷ, വിശക്കുന്നു ആയിഷ, എനിക്ക് വല്ലതുമൊന്ന് തിന്നാൻ തരുമോ ആയിഷ? വിശക്കുന്ന വയറോടെ വീട്ടിൽ കയറി വന്ന ഭർത്താവ് ഭക്ഷണം ചോദിക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല നിന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് കൊടുക്കാ പച്ചവെള്ളം പോലും വീടിനകത്തില്ല. അല്ലാഹുവിന്റെ റസൂലിന് കൊടുക്കാ പച്ചവെള്ളം പോലും വീടിനകത്തില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല കരയുമ്പോ അല്ലാഹുവിന്റെ റസൂല് കരയുന്ന ഭാര്യയെ കെട്ടിപ്പിടിച്ചിട്ട് അവിടുന്ന് പറയുന്നു, ആയിഷ, കരയല്ലേ ആയിഷ, കരയല്ലേ ആയിഷ, ഭക്ഷണമില്ലെങ്കിൽ കുഴപ്പമില്ല ആയിഷ, ഇന്ന് ഞാൻ സുന്നത്ത് നോമ്പ് പിടിച്ചുകൊള്ളാം ആയിഷ. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിന്റെ ജീവിത ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്.